അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാറിലുള്ള എലിഫൻറ്റ് വില്ലേജ് റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. അടിപൊളിയായിട്ടോ സ്ഥലം. നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല പ്രൈവസിയോടെ ഒക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് കേട്ടോ. 2 ബെഡ്റൂമുണ്ട്, ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഒരു ചെറിയ കിച്ചണൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാലത്തൊരു 5:30 ഒക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഐലൈനറൊക്കെ ഇട്ട് അങ്ങനെ അറിയില്ല. എത്ര തെറ്റ് രാവിലെ തന്നെ എണീറ്റാൽ ഒട്ടും മേക്കപ്പ് നടക്കുമെന്ന് വിചാരിക്കുന്നു. ബാമിട്ടുള്ള നല്ല സ്റ്റെപ്പിട്ടാൽ അങ്ങനെ ഉണ്ണിമോളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വേഗം റെഡി ആയിട്ട് വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണിമോൾക്ക് വേണ്ട പാവകളൊക്കെ കൊണ്ട് ഉണ്ണിമോളെ ബാഗിൽ വെക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ജസ്റ്റ് കളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എൻ്റെ മുയലിൻ്റെ ബാഗ്, എൻ്റെ മുയലെ എനിക്കിഷ്ടമാണ്. ഇപ്പം എന്തിനും ഇതൊക്കെ ഇടുന്നു, ഇപ്പം സമയമായിട്ടില്ല. ഇപ്പം എലീനെ എടുത്ത് എൻ്റെ ബാഗ് അമ്മതേ വിളിക്കണം. അമ്മതേ ചുക്കാപ്പി എടുക്കണം. അമ്മയ്ക്ക് തൊണ്ടവേദനയാണ്. ഞാൻ കാലത്ത് തന്നെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച് തോന്നി. അങ്ങനെ പെട്ടികളൊക്കെ പാക്ക് ചെയ്തു കാറിലേക്ക് വെക്കണം കേട്ടോ. എല്ലാം ഓർമ്മിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഏട്ടൻ പണ്ട് മുതലേ അങ്ങനെ കേട്ടോ. ചാർജറൊക്കെ എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഏട്ടൻ ഭയങ്കര ശ്രദ്ധിച്ച് എന്തൊക്കെ വേണമെന്നൊക്കെ നോക്കും. അപ്പോൾ ഉണ്ണിമോൾ പോകാൻ നേരത്ത് ഭയങ്കര അമ്മാമയായിട്ട് സെൻറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 5:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിച്ചിരുന്നു. ഉണ്ണിമോൾക്കാണെങ്കിൽ അതിൻ്റെ കരിക്കിൻ്റെ വെള്ളമൊന്നും വേണ്ട, കാമ്പ് മാത്രം മതി എന്നും പറഞ്ഞിട്ട് അതിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം മൂന്നാറിൻ്റെ ഒരു സൈഡ് എത്തിയപ്പോഴേക്കും ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു. അവിടെ തന്നെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ഒരു ഫാക്ടറിയും കൂടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. കാലത്ത് വരണമെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ ഓൾറെഡി ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറത്ത് തന്നെയുള്ള സ്പൈസസ് ഫാക്ടറിയിൽ നമ്മൾ പോയി. ഒരുപാട് സ്പൈസസ് കേട്ടോ. ഇത്തിരി വില കൂടുതലാണ്, പക്ഷെ നല്ല സാധനങ്ങളായിരുന്നു. കരയാമ്പൊക്കെ നല്ല ഫ്രഷായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ പലതരം മസാലകൾ, ചിക്കൻ ടിക്ക, അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രൈ, മന്തി, ബിരിയാണി, അതിൻ്റെയൊക്കെ ഓരോ സ്പൈസസും ഓരോന്ന് വെവ്വേറെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അവരിപ്പോൾ ഏട്ടനാണെങ്കിൽ ആ ഗരം മസാലയുടെ ഒരു ഫുൾ ബോട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, രസത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. അടിപൊളി എന്ത് രസമാണ് പൂവ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുപോകണം, നമ്മുടെ നാട്ടിൽ വയ്ക്കാമെന്നൊക്കെ. അപ്പോൾ ഏട്ടൻ പറയുന്നു ഇവിടെ മാത്രമേ ചില ഇത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ പോയി. അപ്പോൾ ഒരു കുന്നും മലയൊക്കെ ഉണ്ണിമോൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രൈവർ വെച്ച് പോകാമെന്ന് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് വേണ്ട, നമ്മൾക്ക് മാത്രമായിട്ട് പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പോവാം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്, അതൊക്കെ രസമല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ക്ഷീണമായി. ഉണ്ണിമോളും കൂടെ മടിയിലുള്ളത് കൊണ്ട് എന്താ പറയുക, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എത്തിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ഹോട്ടലിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാം കേട്ടോ. പക്ഷേ അത്ര വലിയ നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ല. ഒരു ചെറിയൊരു തൊക്കടാച്ച് ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ നിന്ന് ഞങ്ങളൊരു ബിരിയാണി കഴിച്ചു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടെ എത്തി, ഈ റിസോർട്ടിലെത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനോ ഒരു രക്ഷയില്ല. എന്താ പറയുക, നമുക്കിങ്ങനെ നല്ല പ്രൈവസിയിലൊക്കെ നിൽക്കാൻ പറ്റും നല്ല റിസോർട്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ